കേരള മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് തിരൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. താഴെപ്പാലത്ത് നിന്നും സെന്റിനറി ഗാർഡുകളുടെ ജാഥയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. പുതുക്കുങ്ങലിൽ സമസ്ത അധ്യക്ഷൻ സുലൈമാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി സ്വീകരിച്ചതോടെയാണ് യാത്ര തിരൂരിലേക്ക് പ്രയാണം ആരംഭിച്ചത്. 5:30 യാത്ര സ്വീകരണ നഗരിയിൽ എത്തിയത്. യാത്രയെ വരവേൽക്കാൻ റോഡിന് ഇരുഭാഗവും വൻ ജനാവലിയാണ് തമ്പടിച്ചിരുന്നത്. മന്ത്രി V. അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനായി. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ സ്വീകരണ സമ്മേളനത്തിൽ പ്രാർത്ഥന നടത്തി. നേതൃപദവിയിലിരിക്കുന്നവരുടെ വാക്കുകളിൽ ധ്രുവീകരണത്തിന് ഇടകൊടുക്കുന്ന ഒന്നും ഉണ്ടാവരുത്. തെരഞ്ഞെടുപ്പിനെയും അധികാരത്തെയും മുൻനിർത്തി മാത്രം മനസ്സിലാക്കേണ്ട ഒന്നല്ല രാഷ്ട്രീയമെന്നും കാന്തപുരം പറഞ്ഞു. ആ കാലഘട്ടത്തിലാണ് സഹാബികളുടെ കൂട്ടത്തിൽ ഒരു സഹാബി അബൂജന്തൽ റളിയല്ലാഹു അൻഹു, അവർ അദ്ദേഹത്തിന്റെ കാലിൽ ശത്രുക്കൾ ഘടിപ്പിച്ചിരുന്ന ഇരുമ്പിന്റെ തടസ്സം, കാല് ചങ്ങലക്കിട്ട് തടസ്സപ്പെടുത്തിയതാണ്. ആ തടസ്സം എങ്ങനെയോ നീക്കി പൊട്ടിച്ച് കടൽ തീരത്തേക്ക് പോവുകയും ആ കടൽ തീരത്ത് കൂടെ നടന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തുകയും ചെയ്തു. ആ സമയത്താണ് മക്ക മുശ്രിക്കുകൾ ഈ വിവരം അറിയുന്നത്. ഉടനെ തെരഞ്ഞ് അവർ മദീനയിലെത്തി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, നമ്മുടെ വാഗ്ദത്തം അനുസരിച്ച് നിങ്ങൾ ഇദ്ദേഹത്തെ തിരിച്ചു തരണം, ഞങ്ങൾ അത് കൊണ്ടുപോകാനാണ് വന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ വിളിച്ചിട്ട് പറയുന്നു, അന റസൂലുള്ളാഹി, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എനിക്ക് വാഗ്ദത്ത ലംഘനം ചെയ്യാൻ പാടില്ല, ആർക്കും പാടില്ല, ഞാനത് പാടില്ല എന്ന് പഠിപ്പിക്കുക കൂടെ ചെയ്യുന്ന നബിയാണ്, റസൂലാണ്. അതുകൊണ്ട് നീ ആ മക്കക്കാരുടെ കൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വാർത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉന്നാര നബിയെ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്, എന്നിട്ട് തങ്ങൾ എന്നെ ആ മുസ്ലിങ്ങളെ കൂടെ മടക്കി അയക്കുകയാണോ എന്ന് ചോദിച്ച സമയത്ത് വീണ്ടും അവിടുന്ന് പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എനിക്ക് വാഗ്ദത്ത ലംഘനം ചെയ്യാൻ പാടില്ല എന്ന്. MLA-മാരായ PK കുഞ്ഞാലിക്കുട്ടി, KT ജലീൽ, കുർക്കോളി മൊയ്തീൻ, മുൻ MP C. ഹരിദാസ്, OK അബ്ദുൾ റഷീദ് മുസ്ലിയാർ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, N. അലി അബ്ദുള്ള, കുന്നലവി ഫൈസി തെന്നല, പൊന്മള മൊയ്തീൻ കുട്ടി ബാഗുവി, അബ്ദുൽ ജലീൽ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ.